ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യു എയിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. യു എയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തത് 2 ഇയർ എക്സ്പീരിയൻസിൽ കൺസിഡർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണം DH എഴുതാനായിട്ട്. അത് DH ഓർ DOH ഓർ MOH ഏതൊരു പ്രോമെട്രിക് എക്സാം എഴുതണമെങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ട് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡാറ്റ ഫ്ലോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങോട്ട് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നിട്ടും കാര്യമുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് എന്ത് കഴിഞ്ഞാൽ അത് ട്രെയിനി ആയിട്ട് ഉള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ കൂട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വൺസ് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആദ്യത്തെ മാസം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൊബേഷണൽ പീരീഡ് എന്ന് പറയും, നാട്ടിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനി ആയിട്ട് ഇടും. അതാണോ സബ്സ്ക്രൈബർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പോ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും തന്നെ ട്രെയിനി ആയിട്ട് തന്നെയാണ് ഇടുന്നത്. നാട്ടിൽ എല്ലായിടത്തും ട്രെയിനി ആയിട്ട് ഇടുന്നു. അപ്പോൾ ട്രെയിനി ആയിട്ട് ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ആദ്യത്തെ 3 മാസം 6 മാസം ട്രെയിനിങ് ആയിട്ട് ഇടുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു, അവർ ഓൾറെഡി ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, പഠിച്ചെല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് അവർ പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ എവിടെയാണെങ്കിലും ജോലിക്ക് ജോയിൻ ചെയ്തിടുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ അവർ ട്രെയിനി ആയിട്ട് തന്നെ ഇടുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ് ദുബായിലും. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും കയറുവാണെങ്കിൽ ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ ചില സ്ഥലത്ത് 6 മാസം നമ്മളെ പ്രൊബേഷണൽ പീരീഡ് എന്ന് പറയും. നമ്മളെ അതേ ട്രെയിനി അതേപോലത്തെ ഒരു സംഭവത്തിൽ തന്നെയാണ്. ആ പ്രൊബേഷണൽ പീരീഡ് കഴിഞ്ഞ് ആ പ്രൊബേഷന്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്, നമ്മളെ നന്നായി പിക്കപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, പെർമനന്റിലേക്ക് ഇതിലേക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല നമ്മൾ വളരെ മോശമാണ്, നമ്മളൊന്നും ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടിട്ടും ഉണ്ട്, പറഞ്ഞു വിടാറും ഉണ്ട് കേട്ടോ. അപ്പൊ നാട്ടിൽ അതേ ഒരു സിസ്റ്റം തന്നെയാണ് ട്രെയിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി. അപ്പൊ അത് നിങ്ങളുടെ ഇതില് സർട്ടിഫിക്കറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ ഇത്ര മാസം ട്രെയിനി ആയിട്ട് നിന്നു, അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ബോണ്ട് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ അങ്ങനെ ഇല്ല. നമ്മൾ ഇപ്പൊ എപ്പോഴാണ് ജോയിൻ ചെയ്തെങ്കിൽ അത് തൊട്ടിട്ട് 2 ഇയർ ഉള്ളത് അവരെന്ത് ചെയ്യും, 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ട്രെയിനി എന്നുള്ളതിനെ ഇതുകൊണ്ട് അത് 2 ഇയർ ചാൻസ് കിട്ടാണ്ടിരിക്കൊന്നുമില്ല. ട്രെയിനി എന്നുള്ളത് തന്നെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജോലി. നമ്മൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആ ജോയിൻ ഡേറ്റ് ടു സ്റ്റിൽ നിങ്ങൾ ഏതുവരെ വർക്ക് ചെയ്യുന്നോ, ഇപ്പൊ 2 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഇത് തൊട്ട് ഇതുവരെ 2 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളൂ. അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് ട്രെയിനി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ സബ്സ്ക്രൈബർ വെച്ചത് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുമോ എന്ന് ഉറപ്പായും നിങ്ങൾ ആ സ്റ്റിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 ഇയർ എടുക്കുവാണെങ്കിൽ ഉറപ്പായും ആ ട്രെയിനി എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് ഇതുവരെയുള്ളത് 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതാക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതായിരുന്നു ആ സബ്സ്ക്രൈബർ ചോദിച്ചതിനുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് അല്ല, വേറെ വല്ല ട്രെയിനി അങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മളിപ്പോ ഒരു പഠിച്ചിറങ്ങിയ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ട്രെയിനി ആയിട്ട് തന്നെ എല്ലായിടത്തും ഇടാറുള്ളത്. 6 മാസം എനിക്ക് തോന്നുന്നു നാട്ടിൽ 6 മാസം അങ്ങനെ ഇടും തോന്നുന്നു. 6 മാസത്തിന് ശേഷമാണ് സ്റ്റാഫായിട്ട് അവർ ഇതാക്കുക. പക്ഷെ നിങ്ങളുടെ ജോയിൻ ചെയ്തതിന് മുതലുള്ള ഇത് ട്രെയിനിങ്ങും എക്സ്പീരിയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.